യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നമുക്ക് ആരംഭിക്കാം. 1 യോഹന്നാൻ 4-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവൻ്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ സൗന്ദര്യത്തിൻ്റെ ലക്ഷണം സ്നേഹമാണ്. സ്നേഹത്തിന് വേണ്ടി എപ്പോഴും വഞ്ചിക്കുകയും താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതമാണ് നമ്മുടേത്. എന്നാൽ ഇങ്ങോട്ട് സ്നേഹം കാണിക്കണം, എന്നെ എല്ലാവരും ഇഷ്ടപ്പെടണം എന്ന് ആഗ്രഹിക്കുമ്പോഴും നമ്മിൽ നിന്ന് ആ വികാരം മറ്റുള്ളവരിലേക്ക് എത്രമാത്രം എത്തപ്പെടുന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിന് പല കാരണങ്ങൾ നമുക്ക് പറയാനുണ്ടാകാം. എൻ്റെ ജീവിതം വളരെ തിരക്കുള്ളതാണ്. എൻ്റെ ജീവിത സാഹചര്യം അതിന് യോജിക്കുന്നതല്ല. വളരെയേറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഇതിനിടയിൽ ഞെങ്ങിഞ്ഞെരുങ്ങിയാണ് എൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ഉത്തരങ്ങൾ, കാരണങ്ങൾ നമുക്ക് പറയാനുണ്ടാകാം. എന്നാൽ യോഹന്നാൻ എഴുതിയ ലേഖനം, 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. പിതാവായ ദൈവത്തിൻ്റെ അമൂർത്തമായ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് പുത്രൻ തമ്പുരാനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. ആ സ്നേഹത്തിൻ്റെ ദിവ്യരൂപം ഈ ഭൂമിയിൽ പിറവിയെടുത്ത് തൻ്റെ ചുരുങ്ങിയ ജീവിതകാലം എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്, ആരോടൊക്കെയാണ് സ്നേഹം കാണിക്കേണ്ടത്, ഈ വക കാര്യങ്ങളൊക്കെയും തൻ്റെ ജീവിതത്തിലൂടെ പറഞ്ഞു തന്നു. തൻ്റെ ശിഷ്യഗണത്തെ കൂടെ ചേർത്ത് അവർക്ക് ഉപമകളും വചനങ്ങളും പങ്കുവച്ചു. തൻ്റെ മുമ്പിൽ വന്ന ധാരാളം മനുഷ്യർക്ക് സ്നേഹം എങ്ങനെയെന്ന് കാണിച്ചു കൊടുത്തു. ഈ സ്നേഹം കണ്ട് ശിഷ്യന്മാർ വളർന്നു. ആ ശിഷ്യന്മാരുടെ വിശ്വാസത്തെയും ആ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുന്ന ക്രിസ്തീയ മക്കൾ എന്നുള്ള നിലയിലും നമുക്ക് ഈ ദൈവസ്നേഹം തിരിച്ചറിയാനും അത് ജീവിതത്തിൽ അനുഭവിക്കുവാനും ജീവിതത്തിൽ അനുഭവിക്കുന്നത് പങ്കുവയ്ക്കുവാനും സാധ്യമാകുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം പൂർണ്ണമാകുന്നത്. നമ്മെ ഈ ലോകത്തിലേക്ക് ദൈവം വിളിച്ചിരിക്കുന്നത് ഈ സ്നേഹം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അത് ഭാര്യ ഭർത്താക്കന്മാരായി കുടുംബജീവിതത്തിൽ ആയിരിക്കുമ്പോഴും തുടർന്ന് മക്കൾ ഉണ്ടാകുമ്പോഴും നമ്മളൊക്കെ ജോലി ചെയ്യുന്ന ജീവിക്കുന്ന ഇടങ്ങളിൽ പരിസരങ്ങളിലൊക്കെ ഈ ദിവ്യ സ്നേഹം പങ്കുവയ്ക്കുവാനും കൈമാറുവാനുമുള്ള വലിയ നിയോഗമാണ് നമുക്കുള്ളത്. ഇവിടെ യോഹന്നാൻ പറയുന്നത് നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം എവിടെ നിന്നാണ് വരുന്നത്? ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ കയ്യിൽ സ്വന്തമായി ഉള്ളതല്ല ഇത്. നാം സ്വന്തമായി രൂപപ്പെടുത്തുന്നതുമല്ല. അത് സ്വർഗത്തിൽ നിന്ന് വരുന്നതാണ്. അത് കൃപയാണ്, ദാനമായി നമുക്ക് ലഭ്യമാകുന്നതാണ്. ആ ദിവ്യസ്നേഹം ഈ ഭൂമിയിൽ പിറവിയെടുത്തിരിക്കുന്നു എന്ന് യോഹന്നാൻ പറഞ്ഞു തരുന്നു. അത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്.
ഈ വേദഭാഗത്തിൻ്റെ അവസാനം പറഞ്ഞു വെക്കുന്നതും അതാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്വമാണത്. നാം ഈ സ്നേഹം സ്വർഗത്തിൽ നിന്ന് അനുഭവിക്കുന്ന ദൈവമക്കളാകുന്നുവെങ്കിൽ ഈ സ്നേഹം നാം പങ്കുവെക്കേണ്ടതാകുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ ഇന്നത്തെ അല്പസമയമുള്ള നിങ്ങളോടൊപ്പമുള്ള ഈ നിമിഷങ്ങൾ ഒരു 5 കൂട്ടം കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ടാണ് ഞാനിവിടെ ദൈവത്തിൽ ശരണപ്പെടുന്നത്. അത് സുവിശേഷങ്ങളിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു ഈ പരസ്യ ശുശ്രൂഷയിൽ ഈ ഭൂമിയിൽ പങ്കുവെച്ച ചില സംഗതികളും അത്ഭുതങ്ങളുമാണ്. അതിലൊന്നാമത്തേത്, ദൈവത്തിൻ്റെ സ്നേഹം ക്രിസ്തുവിൽ നിന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് ഒന്നാമതായി ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് വചനം വിളമ്പി നൽകുന്ന ഒരു ക്രിസ്തുവിനെ കാണുമ്പോഴാണ്. ക്രിസ്തുവിൻ്റെ വചനം അത് അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും ആശ്വാസമായിരുന്നു. മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളുള്ളവർക്ക് അത് സൗഖ്യത്തിൻ്റെതായിരുന്നു. അങ്ങനെ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞ് ആ ആവശ്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തി ഉണ്ടായിരുന്നു. അതുതന്നെയാണ് നമ്മുടെ കയ്യിൽ ഇന്ന് ലഭ്യമായിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ വചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ വചനം ആദ്യം മുതലേ ഉള്ളതാണ്, അല്ലേ? വചനത്തിൻ്റെ പ്രത്യേകത അവിടെ പറയുന്നുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു. അതെ, നിങ്ങൾക്കത് അറിയാവുന്നതാണ്. അത് ലോഗോസാണ്, കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് വചനം പങ്കുവെച്ചത് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ. അധികം നാളൊന്നും പറഞ്ഞുമില്ല. വളരെ ചുരുങ്ങിയ കാലം മാത്രമേ തൻ്റെ വചനം പങ്കുവെച്ചുള്ളൂ. തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ചുരുങ്ങിയ കാലം മാത്രമേ അത് നിലനിന്നുള്ളൂ. അത് മതിയായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ദൈർഘ്യം നമ്മെ ചില മോശക്കാരായ മനുഷ്യരാക്കി മാറ്റുന്നുണ്ട്. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലൊക്കെ, നമ്മൾ വീടുകളിലൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ട്, ദീർഘായുസ് കൊടുക്കണമേ. ജന്മദിനമൊക്കെ ആഘോഷിക്കുമ്പോൾ പറയും, ഇനി 100 ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ. സത്യത്തിൽ ഒരു 100 ജന്മമൊന്നും ആവശ്യമില്ല. കർത്താവായ യേശു ക്രിസ്തു 3.5 വർഷക്കാലം തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഒരു മനുഷ്യന് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തു. അതിനപ്പുറത്ത് നമുക്കൊരവസരം കിട്ടിയാൽ നമുക്കതിനപ്പുറത്തൊന്നും ചെയ്യാനുമില്ല. അപ്പം നമ്മുടെ ഈ ഭൂമിയിൽ ചുരുങ്ങിയ കാലം മാത്രമാണ്. ആയുസ് വളരെ ചുരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിനം കഴിയും തോറും. നമ്മുടെ പൂർവികരൊക്കെ വളരെ ദീർഘനാൾ ജീവിച്ചിരുന്നവരാണെങ്കിൽ ഇന്ന് നമ്മുടെ കാലത്ത് വന്നപ്പോൾ ആ ആയുസ്സൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എത്ര നാൾ നമുക്ക് ജീവിക്കാൻ കിട്ടുന്നുവോ ആ ജീവിതകാലം നമ്മൾ എന്ത് സന്ദേശമാണ് നമ്മുടെ കൊച്ചു ജീവിതം കൊണ്ട് ഈ ഭൂമിയിൽ കാഴ്ചവെക്കുന്നത് എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ ക്രിസ്തു ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് വചനം വിളമ്പി നൽകി. ഈ വചനം നൽകിയത് മലകളിലും താഴ്വരകളിലും സമനിലങ്ങളിലും വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും പടകിലും ഒക്കെ നിന്നുകൊണ്ടാണ് ഈ വചനം വിളമ്പി നൽകുന്നത്. ഈ വചനം കർത്താവ് വിളമ്പി നൽകുന്നത് സുന്ദരമായ ഭാഷയിലും തൻ്റെ മുമ്പിലുള്ള ജനത്തിന് മനസ്സിലാകുന്ന വിധത്തിലുള്ള ചെറിയ ഉപമകളിലൂടെയും ഒക്കെയാണ് അത് പറഞ്ഞു കൊടുക്കുന്നത്. അവർ ജീവിക്കുന്ന പശ്ചാത്തലങ്ങളിൽ അവരുപയോഗിക്കുന്ന സംഗതികൾ എന്തൊക്കെയാണോ അതിനെയൊക്കെ സാദൃശ്യപ്പെടുത്തിക്കൊണ്ടാണ് ദൈവവചനം പങ്കുവെക്കാനായിട്ട് ശ്രമിച്ചത്. ജീവിതത്തിൻ്റെ സുന്ദരമായ മാതൃക എങ്ങനെയായിരിക്കണം, ഒരു ആത്മീയ മനുഷ്യൻ എത്രമാത്രം ശ്രദ്ധയോടുകൂടി തൻ്റെ ആത്മീയ ജീവിതം അനുഷ്ഠിക്കണം, തൻ്റെ കുടുംബത്തിലും താൻ ജീവിക്കുന്ന പരിസരങ്ങളിലും തൻ്റെ നിയോഗങ്ങളും ഉത്തരവാദിത്തങ്ങളും കടമകളും എന്തൊക്കെയാണ്, ഇതൊക്കെ ക്രിസ്തു വളരെ സുന്ദരമായി ശിഷ്യന്മാർക്കും തന്നോടൊപ്പം ചേർന്ന പുരുഷാരത്തിനുമൊക്കെ വചനം പങ്കുവച്ചു. നാം അതാണ് സുവിശേഷങ്ങളിലൂടെ വായിക്കുന്നത്. ഈ സുവിശേഷങ്ങളിലൂടെ നാം അനുഭവിക്കുന്ന ഈ വചനത്തിൻ്റെ കുളിർമ നമുക്കും ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാനും ആ സ്നേഹം പങ്കുവയ്ക്കുവാനുമുള്ള വലിയ സാധ്യതകളുടെ വാതിൽ നമ്മുടെ മുമ്പിലും തുറന്നിടുന്നുണ്ട്.
എന്നാൽ ആ ദൈവസ്നേഹം പങ്കുവയ്ക്കുവാനും അത് വിളമ്പി നൽകുവാനുമുള്ള നമ്മുടെ നിയോഗത്തെയും നമ്മുടെ അവസരങ്ങളെയും ഭംഗിയായി വിനിയോഗിക്കുവാൻ സാധിക്കുമ്പോൾ നമുക്കും ഈ ദിവ്യസ്നേഹത്തിൻ്റെ പങ്കുകാരായി അതിനോട് ചേർന്ന് ജീവിക്കുന്നവരായി ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകും. ക്രിസ്തു തൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയത് ഒന്നാമതായി വചനം വിളമ്പി നൽകി ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്നു എന്നുള്ളതാണ്. ആ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് വചനം വിളമ്പി നൽകുന്നു എന്ന് പറയുന്നതിനും ഒരു ഭംഗിയുണ്ട്. എവിടെയെങ്കിലും ഒരു സുന്ദരമായ പീഠങ്ങളിലോ വിദൂരങ്ങളിലോ ഇരുന്ന് ജനത്തിന് മനസ്സിലാകാത്ത ഭാഷയിലോ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലോ ഒന്നുമല്ല തൻ്റെ സന്ദേശം പങ്കുവയ്ക്കാനായിട്ട് ശ്രമിച്ചത്. അവരോട് കൂടെ നിന്ന് അവരുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് വചനം പങ്കുവയ്ക്കുന്നത്. ജനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആത്മീയ നേതാവിനെയും ഒരു ഗുരുവിനെയും നമുക്ക് ക്രിസ്തുവിലൂടെ പരിചയപ്പെടുകയാണ്. നമുക്ക് അന്യം നിന്ന് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല വേദപുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മോട് കൂടെയുള്ള നമ്മുടെ അനുഭവങ്ങളിൽ കൂടി സഞ്ചരിക്കുവാനുള്ള ചില സുന്ദരമായ ആശയങ്ങളും സന്ദേശങ്ങളുമാണ് സുവിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം ഈ വചനത്തിലൂടെ ഗ്രഹിക്കുവാൻ നമുക്ക് സാധ്യമാകും. അതാണ് ഒന്നാമത് നിങ്ങളോട് പങ്കുവെക്കാനായിട്ടുള്ളത്. രണ്ടാമത്, ഈ ദൈവവചനം പങ്കുവെച്ച് നിങ്ങൾ സമാധാനത്തോടെ മടങ്ങിപ്പോകുക എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകുന്ന ഒരു ക്രിസ്തുവിനെ അല്ല നമ്മൾ കാണുന്നത്. 2-3 ദിവസങ്ങൾ തന്നോട് കൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ജനത്തിൻ്റെ വികാരങ്ങളെയും അവരുടെ വിശപ്പിനെയും ദാഹത്തെയും തിരിച്ചറിയുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുന്നത്. ഈ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു എന്ന് സുവിശേഷത്തിൽ പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. ഈ മനസ്സലിവ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു മാതാവിനും പിതാവിനും തൻ്റെ കുഞ്ഞുങ്ങളോട് മനസ്സലിവ് തോന്നുന്നത് കൊണ്ടാണ് അവരോട് ദിവ്യമായ സ്നേഹത്തിൽ ഇടപെടാൻ കഴിയുന്നത്. ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാത്ത ഒരു കുഞ്ഞിനെ നോക്കിയിട്ട് നമ്മൾ പറയും വേണേ കഴിക്കടാ എന്ന് പറയും, അല്ലേ? ചില സമയങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. ദേഷ്യം വന്നിട്ടേ നമ്മുടെ ഈ സ്നേഹമൊക്കെ എവിടെയോ മറഞ്ഞു പോയിട്ട് നമ്മൾ പറയാറുണ്ട്. ചില വാക്കുകൾ, മോശമായ വാക്കുകളൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും മാതാപിതാക്കളോട് കുഞ്ഞുങ്ങളും തിരിച്ചുമൊക്കെ ഇത് പങ്കുവെക്കാറുണ്ട്. ഇടവകയിൽ വികാരിയച്ഛനോട് വിശ്വാസികളോട് ചിലപ്പോൾ വികാരിയച്ഛനും ഇതൊക്കെ പറയേണ്ടി വരുന്ന സന്ദർഭങ്ങളുണ്ട്. നമ്മുടെ നിയോഗങ്ങളെ എപ്പോഴും ഓർത്തിരിക്കുകയും അത് മനസ്സിൽ സംരക്ഷിക്കുകയും നമ്മുടെ ബോധമണ്ഡലങ്ങളിൽ നിലനിർത്തുകയും ചെയ്യുവാൻ ദൈവത്തെ എപ്പോഴും നമുക്ക് ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് പ്രാർത്ഥനകൾ ഓരോ യാമങ്ങളിലും ക്രമീകരിച്ചിരിക്കുന്നത്. അല്ലാതെ നമുക്ക് അപ്പം കിട്ടാൻ വേണ്ടിയല്ല. നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ ചൊല്ലുന്ന സമയത്ത് നമ്മൾ ഭംഗിയായി ചൊല്ലുന്ന ഒരു വാചകമുണ്ട്, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് തരണമേ. സത്യത്തിൽ ആ അപ്പം കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ നടത്തരുത്. ആ അപ്പം തനിയെ നമ്മുടെ കയ്യിൽ വന്നുകൊള്ളും. എന്നാൽ നമ്മുടെ ബോധമണ്ഡലങ്ങളിലും നമ്മുടെ വികാരങ്ങളിലും പ്രവൃത്തികളിലും ഒക്കെ ഈ ദിവ്യ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും നിലനിർത്താനുള്ള അക്ഷീണമായ പരിശ്രമമാണ് ഓരോ യാമങ്ങളിലൂടെയുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ കൂടി നമ്മൾ നടത്തുന്നത്. നമ്മുടെ ഈ ബോധവും ശ്രദ്ധയും ഒക്കെ നിലനിർത്താൻ വലിയ പാടാണ്. അതിനുള്ളൊരു അഭ്യാസമാണ് നമ്മൾ നടത്തുന്നത്. സ്പിരിച്വൽ എക്സസൈസസ്, ആത്മീയമായ എക്സസൈസസ്, പരിശീലനങ്ങളാണ് നമ്മൾ നടത്തുന്നത്. ഈ പരിശീലനങ്ങളിൽ കൂടിയാണ് ഒരു ദൈവിക മനുഷ്യൻ നിലനിൽക്കാനായിട്ട് സാധ്യമാകുന്നത്. ഇല്ലെങ്കിൽ പത്രോസിന് സംഭവിക്കുന്ന ജീവിതത്തിൻ്റെ താളവ്യതിയാനങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാം. ചില സമയങ്ങളിൽ അവൻ നീ ക്രിസ്തുവാകുന്നുവെന്ന് പറയും, ചില സമയങ്ങൾ അവനെ ഞാൻ അറിയുന്നില്ല എന്ന് പറയും. ഇങ്ങനെയുള്ള വ്യതിരിക്തതകൾ നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഉണ്ടാകും. നമുക്ക് സുരക്ഷിതമെന്ന് തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെ ദൈവം നമുക്ക് കൂട്ടുവേണം. എന്നാൽ ദൈവത്തെ വേണ്ടാത്ത ചില സന്ദർഭങ്ങളിൽ ദൈവം എൻ്റെ കൂടെ ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരാം എന്ന് പറയുന്ന നിലപാടുകൾ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഇവിടെയൊക്കെയാണ് നമ്മെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ മുഖം നമ്മോട് കൂടെ ഉണ്ടാകേണ്ടത്. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ അല്പം മദ്യപാനമൊക്കെ ഉള്ളവരാണ്. ചെറുപ്പക്കാർ മാത്രമല്ല, പ്രായമുള്ളവർക്കും ഉണ്ട്. ഈ മദ്യപാനങ്ങളുടെയൊക്കെ അടിസ്ഥാന കാരണം
ചില തെറ്റായ കൂട്ടുകെട്ടുകളിൽ എത്തപ്പെടുമ്പോഴാണ്. നമ്മൾ പഠനകാലങ്ങളിലും കോളേജ് ക്യാമ്പസ് ലൈഫിലും ഒക്കെ ശീലിക്കുന്ന കാര്യങ്ങളാണിത്. അവിടെയൊക്കെ നമ്മെ തടഞ്ഞു നിർത്തുന്ന ചില ദൈവസ്നേഹം ഉണ്ടെങ്കിൽ അതിനോട് നോ എന്ന് പറയാനായിട്ട് ഒരു കുഞ്ഞിനും ഒരു വിദ്യാർത്ഥിക്കും ഒരു യുവാവിനും ഒക്കെ സാധ്യമാകും. അവിടെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട മുഖം ആരുടെ മുഖമാണ്? അമ്മയുടെ മുഖവും ക്രിസ്തുവിൻ്റെ മുഖവും ഒക്കെയാണ്. നമുക്ക് നമ്മുടെ ഭവനത്തിൽ ക്രിസ്തുവിനെ കാട്ടിത്തരുന്നത് അമ്മയാണ്. ആ അമ്മയുടെയും അപ്പൻ്റെയും മുഖമൊക്കെ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന മുഖമാണെങ്കിൽ അവരെ എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ താലോലിക്കും. ചില സന്ദർഭങ്ങളിലൊക്കെ ഈ തെറ്റിൽ നിന്ന് തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാൻ, ചിലതിനോടൊക്കെ നോ എന്ന് പറയാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ദൈവസ്നേഹം നമ്മുടെ മാതാപിതാക്കളായിരിക്കും. അങ്ങനെ എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചില തെറ്റായ കൂട്ടുകെട്ടുകളിലും തിന്മയുടെ മധ്യത്തിലുമൊക്കെ നമ്മൾ ആകപ്പെടുമ്പോൾ എന്തോ ഒരു ദൈവസ്നേഹം, ചില ഓർമ്മകൾ നമ്മെ അതിൽ നിന്ന് മാറ്റി അവിടെ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു സൈൻ, ഒരു തീരുമാനം, ഒരു മുന്നറിയിപ്പ് നമ്മുടെ ബോധമണ്ഡലങ്ങളിൽ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ ദൈവീയ സ്നേഹം പങ്കുവെക്കാൻ നാം ഒക്കെയും ക്രിസ്തുവിൻ്റെ ദിവ്യരൂപമായി മാറ്റപ്പെടണമെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ജനത്തിൻ്റെ വികാരങ്ങളെ തിരിച്ചറിയുന്ന ഒരു ക്രിസ്തുവിനെ നമ്മൾ അവിടെ കാണുകയാണ്. പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു എന്നാണ് പറയുന്നത്. എന്നിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ്. എന്താണ് അവരോട് പറയുന്നത്? നിങ്ങൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കാനാണ് പറയുന്നത്. അത് അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ് മനുഷ്യൻ്റെ. നിങ്ങൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കൂ. അവർ 3 ദിവസം എന്നോട് കൂടെ പാർക്കുന്നു, എന്നോട് കൂടെ ആയിരിക്കുകയാണ് അവർ. ആ 3 ദിവസം എന്നോട് കൂടെ ആയിരിക്കുന്ന ജനക്കൂട്ടത്തോട്, അവരുടെ വികാരങ്ങളോട്, അവരുടെ പ്രതിസന്ധികളോട് താതാത്മ്യപ്പെടുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വചനം വിളമ്പി നൽകുന്നത് പ്രസംഗങ്ങളിലൂടെ, സുവിശേഷങ്ങളിലൂടെ, വേദപുസ്തക വായനയിലൂടെയും വേദപുസ്തക വ്യാഖ്യാനങ്ങളിലൂടെയും മാത്രമല്ല, അതിനോട് ചേർന്ന് നിൽക്കുന്നതാണിത്. പുരുഷാരത്തെ കണ്ട് മനസ്സലിയുക എന്ന് പറയുന്നത്. അവരുടെ ആവശ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കാനുള്ള ഒരു വിളി, ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നുള്ള ഒരു ബോധ്യമാണ് ഒരു ആത്മീയ മനുഷ്യനെ പൂർണ്ണതയിലേക്ക് രൂപപ്പെടുത്തുന്ന ഘടകം. അപ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഇതൊക്കെ തമ്പുരാന് കൃത്യമായിട്ട് അറിയാവുന്ന ഇവന്മാരുടെ കയ്യിലൊന്നും ഒന്നുമില്ല എന്നറിയാം. പക്ഷെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കുവീൻ. എവിടുന്ന് കൊടുക്കാനാ? ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ക്രിസ്തുവാണ് അപ്പോൾ അവരോട് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അപ്പോഴാണ് ഒരു കൊച്ചു ചെറുക്കൻ്റെ കയ്യിൽ ഒരു ചെറിയ ഭക്ഷണമുള്ളത്. ആ ഭക്ഷണം കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ അത് പ്രാർത്ഥിച്ച് വാഴ്ത്തി നുറുക്കി ജനത്തിന് വിളമ്പിക്കൊടുക്കുന്ന അനുഭവം സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ കയ്യിൽ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നമ്മൾ പറയുന്നത് അതുതന്നെയാണ്. അച്ഛനൊക്കെ പള്ളിയിൽ പറയും, ധാരാളം കൊടുക്കണം. രോഗിയായൊരു മനുഷ്യനുണ്ട്, ഭവനമില്ലാത്തൊരു മനുഷ്യനുണ്ട്, അവനെ സഹായിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ കൊടുക്കണം. നമുക്ക് തികഞ്ഞിട്ട് വേണ്ടേ കൊടുക്കാൻ? നമ്മുടെ കയ്യിലൊന്നുമില്ല. പക്ഷെ വീണ്ടും ആ ചോദ്യമാണ്, നിങ്ങളുടെ ഇടയിൽ എന്തുണ്ട്? അത് ചെറിയ അനുഭവങ്ങൾ മാത്രമായിരിക്കും, ചെറിയ പൊതിക്കെട്ടുകൾ മാത്രമായിരിക്കും. പക്ഷെ ആ പൊതിക്കെട്ടിനും വലിയ വിലയുണ്ട്, അതിന് വലിയ ശേഷിപ്പ് കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് എന്ന് ക്രിസ്തു ശിഷ്യന്മാരിലൂടെ പഠിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഇത് ഒരു ചെറിയ സംഭവം മാത്രമാണ്. ഇതോട് ചേർന്ന് ധാരാളം അനുഭവങ്ങൾ ഈ ശിഷ്യന്മാർക്ക് അവരുടെ ഗുരുവിനോടൊപ്പമുള്ള ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധ്യമായിട്ടുണ്ട്. ആ ജനം ഈ അനുഭവം കണ്ടുകൊണ്ടാണ് ക്രിസ്തുവിനോട് കൂടെ യാത്ര ചെയ്തതും. അത് തമ്പുരാൻ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ പ്രസംഗം കേൾക്കാനല്ല നിങ്ങൾ എൻ്റെ കൂടെ വരുന്നത്, അപ്പം കിട്ടാൻ വേണ്ടിയാണ്. അപ്പം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ എൻ്റെ കൂടെ വരുന്നത് എന്നെനിക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ചില ചെറിയ അപ്പങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ അഭ്യാസങ്ങളൊക്കെ. എന്തോരം നേർച്ചകളൊക്കെയാണ് നമ്മൾ നേരുന്നത്.
നടക്കാൻ യാതൊരു സാധ്യതയില്ലാത്ത ചില സ്വപ്നങ്ങളുമായി മനുഷ്യർ വന്ന് ദൈവസന്നിധിയിൽ നിന്ന് നേർച്ചകളൊക്കെ നേരുകയാണ്. നടക്കാതെ പോകുമ്പോൾ ദൈവത്തെയും ചീത്ത വിളിക്കും, പള്ളിയും ചീത്ത വിളിക്കും, പട്ടക്കാരനെയും ചീത്ത വിളിക്കും. നമ്മൾ ആവശ്യമില്ലാത്ത ദിവാസ്വപ്നങ്ങൾ കണ്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കരുത്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മോട് എപ്പോഴും ഉണ്ട്. ആ സ്നേഹത്തിന് കൃത്യമായ ധാരണയുണ്ട്. നമ്മുടെ ജീവിതത്തെ എങ്ങനെ പരുവപ്പെടുത്തണം, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ധാരണ ആ ക്രിസ്തു സ്നേഹത്തിനുണ്ട്. ആ സ്നേഹം ഒരിക്കലും ഉതിർന്നു പോകാത്തതും നഷ്ടപ്പെട്ടു പോകാത്തതുമാണ്. അതൊരിക്കലും നമ്മിൽ നിന്ന് അകന്നു പോകുന്നുമില്ല. നമ്മളാണ് ആ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നത്. പത്രോസിന് സംഭവിച്ചതുപോലെ പത്രോസ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞിട്ടും ക്രിസ്തു അവനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവിടെ നിന്ന് അവൻ ഓടിപ്പോവുകയാണ്. എന്നിട്ടും അവനെ വിട്ടില്ല. ഉയിർത്തെഴുന്നേറ്റ കർത്താവ് അവനെ വീണ്ടും ആ സ്നേഹത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ അത് കാണുന്നുണ്ട്. യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്? 3 പ്രാവശ്യമാണ് ആ ചോദ്യം ചോദിക്കുന്നത്. 3-ാമത്തെ പ്രാവശ്യമാണ് പത്രോസിന് ആ ചോദ്യത്തിൻ്റെ യഥാർത്ഥ അന്വേഷണം മനസ്സിലാകുന്നത്. അവൻ കണ്ണുനീര് വന്നു എന്നാണ് പറയുന്നത് അവിടെ. ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഈ വിളി എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ഈ ചോദ്യം എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ഇതിനോടുള്ള പ്രതികരണമാണ് നമ്മുടെ ആത്മീയതയെ നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് വചനം വിളമ്പി നൽകുന്ന ഒരു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുന്നതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട 2-ാമത്തെ കാര്യമാണ് പുരുഷാരത്തോട് മനസ്സലിയുന്ന ഒരു ക്രിസ്തുവിനെ. അപ്പോൾ ഈ മനസ്സലിവ് എപ്പോഴും നാം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഇതൊരു ദൈവ മനുഷ്യന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. നമ്മുടെ വീട്ടിലൊക്കെ ഭിക്ഷക്കാർ വരും. ഇപ്പോൾ വളരെ കുറവാണ്. കാരണം ഗേറ്റൊക്കെ പൂട്ടിയിട്ട് പട്ടിയൊക്കെ അഴിച്ചു വിട്ടിരിക്കുന്നതുകൊണ്ട് ഭിക്ഷക്കാർക്കൊന്നും നമ്മുടെ വീട്ടിൽ എൻട്രി ഇല്ല. അത് എളുപ്പമല്ല. എന്നാൽ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന മനുഷ്യരോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ്? അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ വളരെ പ്രധാനമാണ്. ഒരു ഭിക്ഷക്കാരൻ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഒരു തുട്ട് നാണയം അവന് സ്വീകരിക്കാൻ സാധ്യമാകണമെങ്കിൽ അവനൊരു ഭിക്ഷക്കാരൻ്റെ ബോഡി ലാംഗ്വേജ് ആവശ്യമാണ്. അല്ലാതെ ചില അവകാശവുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും, പോയി പണി നോക്കാൻ പറയും. അപ്പം നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഒരാൾക്ക് ഒരു സഹായം കൊടുക്കാൻ നമുക്ക് തോന്നണമെങ്കിൽ അതിനൊരു യോഗ്യത ഉണ്ടാകണം. അപ്പോൾ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുവാൻ നമ്മുടെ യോഗ്യത കുമ്പിട്ട് നമസ്കരിക്കുന്ന ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന അനുഭവങ്ങളാണ്. അവൻ്റെ മുമ്പിൽ സർവവും സമർപ്പിച്ച് അവൻ്റെ അനുഗ്രഹത്തിനായി അപേക്ഷയോടെ, പ്രാർത്ഥനയോടെ, കണ്ണുനീരോടെ അവൻ്റെ സന്നിധിയിൽ അണയുന്ന ഒരു വിശ്വാസിയെ ഒരിക്കലും അവൻ തള്ളിക്കളയുകയില്ല. ഇതൊരു വിശ്വാസിയുടെ മനോഭാവത്തിൻ്റെയും അവന് കൃപ ലഭ്യമാകാനുള്ള അവൻ്റെ ആഗ്രഹത്തിൻ്റെയും വലിയ താല്പര്യമാണത്. കൃപ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അത് ദാനമായിട്ട് കിട്ടുന്നതാണ്, അല്ലേ? ദാനമായിട്ട് കിട്ടുന്നതാണ്. സൃഷ്ടാവ് സൃഷ്ടിക്ക് ദാനമായി നൽകുന്നതാണത്. അതിനെ സമ്മാനമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ദിവ്യ സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് സമ്മാനമായി ലഭ്യമാകുന്നതാണ്. ഈ സമ്മാനം വാങ്ങാനും ഒരു നിയോഗം, ഒരാഗ്രഹം, ഒരു താല്പര്യം നമുക്കുണ്ടാകണം. അപ്പനും അമ്മയും ഒക്കെ വീടിന് പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ അവരെ കാണാനും അവരുടെ കയ്യിൽ നിന്ന് ചില സമ്മാനങ്ങൾ വാങ്ങാനും ആഗ്രഹിച്ച് നിൽക്കുന്ന മക്കളും കൊച്ചുമക്കളും ഒക്കെ നമ്മുടെ ഭവനങ്ങളിലുണ്ട്. നമ്മൾ പുറത്തേക്ക് പോയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും സാധനം അവന് കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്, അല്ലേ? ആ ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്ക ഭാവത്തോടു കൂടിയാണ് നമ്മുടെ ആത്മീയത നമ്മൾ അന്വേഷിക്കേണ്ടത്. എൻ്റെ 2-ാമത്തെ ഭാഗം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം മുറിച്ച് നൽകുന്ന ഒരു ക്രിസ്തുവിനെ നാം പരിചയപ്പെടുകയാണ്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയാണ് നാം തിരിച്ചറിയേണ്ടത്. ചില മുറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് അനുഗ്രഹത്തിനാണ് എന്നുള്ളൊരു ബോധ്യം നമ്മെ ഭരിക്കണം. ആ അനുഗ്രഹത്തിൻ്റെ പേമാരിയിലാണ്
ആ അനുഗ്രഹത്തിൻ്റെ ഉറവയിൽ നിന്നാണ് മറ്റുള്ളവർക്ക് ചില അപ്പത്തിൻ്റെ അംശങ്ങളായി മാറാൻ നമുക്ക് സാധ്യമാകുന്നത്. നമ്മൾ അറിയാതെ പോലും ചില മനുഷ്യർക്ക് അപ്പത്തിൻ്റെ രുചി പങ്കുവെക്കാനായിട്ട് നമുക്ക് സാധ്യമാകും. ഇത് ആരാധനയിലൂടെ നാം അനുഭവിക്കുന്നതും ആ ആരാധനയ്ക്ക് ശേഷമുള്ള മറ്റൊരു ആരാധനയായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴുമാണ് ഈ അപ്പത്തിൻ്റെ രുചി മറ്റുള്ളവർക്കും പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് കഴിയുന്നത്. വലിയ വിപ്ലവങ്ങളൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുകയില്ല. ചെറിയ ചെറിയ നന്മകളിലൂടെയാണ് വലിയ മനുഷ്യരായി നമുക്ക് മാറാനായിട്ട് കഴിയുന്നത്, വലിയ ആത്മീയ അന്വേഷകരായി മാറാനായിട്ട് നമുക്ക് സാധ്യമാകുന്നത്. മൂന്നാമത്തെ ക്രിസ്തുവിൻ്റെ സ്നേഹം രോഗികളോട് മനസ്സലിയുന്ന, രോഗികൾക്ക് സൗഖ്യം നൽകുന്ന ഒരു രക്ഷകനെയാണ് നമ്മൾ കാണുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ വചനത്തിലൂടെ നമുക്ക് സാധ്യമാകും. ആ വചനത്തിലൂടെ പുരുഷാരത്തോട് മനസ്സലിയുന്ന, അവരുടെ സങ്കടങ്ങളെയും അവരുടെ വിശപ്പിനെയും ദാഹത്തെയും തിരിച്ചറിയുന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് പരിചയപ്പെടാൻ കഴിയും. മൂന്നാമത് രോഗികളോടുള്ള ക്രിസ്തുവിൻ്റെ സമീപനമാണ്. അവൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ധാരാളം രോഗികൾക്ക് സൗഖ്യം കിട്ടി. അത് വ്യത്യസ്തമായ വിധത്തിലായിരുന്നു. ആ സൗഖ്യത്തിൻ്റെ കഥകളൊക്കെ നമ്മുടെ വലിയ നോമ്പിൻ്റെ ഞായറാഴ്ചകളിൽ, ഓരോ ഞായറാഴ്ചയിലും നാം വായിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ രോഗികൾക്കും സൗഖ്യം കിട്ടിയത് വ്യത്യസ്തമായ വിധത്തിലാണ്. ചിലരൊക്കെ അവർ തനിയെ കുറിയലായിസോൻ എന്ന പ്രാർത്ഥന നടത്തി, കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അവർ നിലവിളിച്ചു. ചിലരെയൊക്കെ മനുഷ്യര് മേൽക്കൂര പൊളിച്ച് താഴേക്ക് ഇറക്കി, അല്ലേ? അവരുടെ സൗഖ്യം കണ്ടിട്ട് അവരുടെ വിശ്വാസം കണ്ടിട്ട് ഇവന് സൗഖ്യം കൊടുത്തു എന്നാണ് സുവിശേഷത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും താല്പര്യവും മറ്റുള്ളവരുടെ മധ്യസ്ഥതയും നമ്മുടെ പ്രാർത്ഥനകളുമൊക്കെ ഒരുമിച്ച് ചേരുമ്പോൾ സൗഖ്യത്തിൻ്റെ മഹാ അത്ഭുതം നമ്മുടെ ഇടയിൽ നടക്കും. അങ്ങനെ എത്രയോ സംഭവങ്ങൾ നമുക്ക് ഓർമ്മിച്ചെടുക്കാനുണ്ട്. നമ്മുടെ ദേവാലയങ്ങളിലും നമ്മുടെ പരിസരങ്ങളിലുമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്ത എത്രയോ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനേകരുടെ പ്രാർത്ഥനയാൽ എത്രയോ മനുഷ്യർക്ക് രോഗസൗഖ്യം നൽകുകയും അവരുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറുകയും ചെയ്ത അനുഭവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഓർത്തെടുക്കാനായിട്ടുണ്ട്. ഇത് ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നുണ്ട്. രോഗികളോട് മനസ്സലിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നുണ്ട്. രോഗമായി, മാനസികമായ പ്രയാസങ്ങളാൽ, പലതരത്തിലുള്ള പ്രതിസന്ധികളാൽ ജീവിക്കുന്ന നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ, നമ്മോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കാനും അവർക്ക് സൗഖ്യത്തിൻ്റെ തണലായി മാറാനും സൗഖ്യത്തിൻ്റെ ദൂതായി മാറാനും ആശ്വാസത്തിൻ്റെ അനുഭവമായി മാറാനും ഈ ക്രിസ്തു സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നുണ്ട്. നമുക്കെങ്ങനെയാണ് ഒരു രോഗിക്ക് സൗഖ്യം നൽകാൻ കഴിയുന്നത്? മർത്തമറിയ സമാജാംഗങ്ങൾ ഹൗസ് വിസിറ്റ് നടത്തുന്നവരാണ്. രോഗികളെയൊക്കെ ആശുപത്രിയിലും ഭവനത്തിലും പോയി കാണും. എന്താ അവിടെ പോയി പറയുന്നത്? വളരെ കഷ്ടമായി പോയി, വളരെ സങ്കടമായി പോയി. അവിടെ പോയി കരയും. അതാണ് വേണ്ടുന്നത്. നമ്മൾ ഒരിക്കലും ഒരു രോഗിയുടെ അടുത്ത് പോയി അവരുടെ രോഗം വർദ്ധിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അവർക്ക് ആശ്വാസവും പ്രത്യാശയും കൊടുക്കുന്ന വാക്കുകളാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ എവിടെയാണ് കരയേണ്ടത്? മനുഷ്യരുടെ മുമ്പിലാണോ? ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ കരയേണ്ടത്. നമ്മുടെ സഹോദരീ സഹോദരങ്ങളോട് ആശ്വാസത്തിൻ്റെ ദൂത്, സന്തോഷത്തിൻ്റെ വർത്തമാനമാണ് നമ്മൾ പങ്കുവെക്കേണ്ടത്. അപ്പോഴാണ് മനുഷ്യർക്ക് നമ്മോട് സ്നേഹം തോന്നുന്നത്, നമ്മുടെ സ്നേഹം തിരിച്ചറിയപ്പെടുന്നത്. ചില ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഡോറിൽ എഴുതി വെച്ചേക്കും, എന്താണ്? വിസിറ്റേഴ്സ് നോട്ട് അലൗഡ്. വീടുകളിലൊക്കെ രോഗികളായിരിക്കുന്നവരെ വിളിച്ചു കഴിഞ്ഞാൽ പറയും, ഞങ്ങളിപ്പോൾ വീട്ടിലില്ല എന്ന് പറയും. ചിലരൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് വരികയില്ല, അവരുടെ ബന്ധു വീടുകളിലേക്ക് പോകും. എന്താ കാരണം? ഈ വിസിറ്റേഴ്സിൻ്റെ ശല്യം.
അത് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുള്ള പേടി കൊണ്ടല്ല, ശരീരത്തിന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന പേടി കൊണ്ടല്ല, മനസ്സിന് ഇൻഫെക്ഷൻ ഉണ്ടാകും. എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്ന് അവരൊരു സൗഖ്യത്തിൻ്റെ തുറമുഖത്തേക്ക് അടുത്തു പോവുകയാണ്. പക്ഷേ ഈ കാണുന്ന മനുഷ്യരൊക്കെ ചെന്ന് സ്നേഹം പ്രകടിപ്പിക്കുന്നത് വ്യത്യസ്തമായ വിധത്തിലാണ്. അവരുടെ ഉള്ള പ്രത്യാശയും ഉള്ള ധൈര്യത്തെയും നശിപ്പിക്കുന്ന വിധത്തിലുള്ള വാക്കുകൾ കൊണ്ടും നമ്മുടെ മനോഭാവങ്ങൾ കൊണ്ടും അവരുടെ രോഗം വർദ്ധിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള രോഗീ സന്ദർശനവും രോഗസൗഖ്യവും നമ്മൾ കൊടുക്കാതിരിക്കുന്നതാണ് ഉത്തമം. നമ്മുടെ നിയോഗം പ്രത്യാശ നൽകുന്ന വാക്കുകൾ പങ്കുവെക്കുകയും ആശ്വാസം പങ്കുവെക്കുന്ന മനുഷ്യരായി ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സന്ദർശനങ്ങളൊക്കെ അപ്രകാരമായിരിക്കണം. എങ്കിൽ മാത്രമേ ദൈവസ്നേഹം തിരിച്ചറിയാനും അത് പങ്കുവെക്കുവാനും നമുക്ക് സാധ്യമാകുകയുള്ളൂ. രോഗികളോട് മനസ്സലിയുന്ന ഒരു ക്രിസ്തുവിനെ, സൗഖ്യത്തിൻ്റെ പുതുജീവനിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒരു ക്രിസ്തുവിനെ സുവിശേഷങ്ങൾ കൂടി നമ്മൾ പരിചയപ്പെടുകയാണ്. മൂന്നാമത്തെ ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ശ്രമിച്ചതും അതുതന്നെയാണ്. സൗഖ്യം ആഗ്രഹിക്കുന്ന മനുഷ്യർ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. ചിലപ്പോഴൊക്കെ അത് നമ്മൾ തന്നെയാണ്. ചില സന്ദർഭങ്ങളിൽ ഈ സൗഖ്യം വേണ്ടുന്നത് നമുക്ക് തന്നെയാണ്. ആരുമില്ല എന്നെ സഹായിക്കാൻ എന്ന് തോന്നുന്ന സന്ദർഭങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാകും. അപ്പോഴൊക്കെ നാം ഓർക്കേണ്ടത് സ്വർഗത്തിലേക്ക് കണ്ണുയർത്തുക എന്നുള്ളതാണ്. നമുക്കാരുമില്ലാതെ ഒരിക്കലും ഇരിക്കുന്നില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഒരിക്കലും ജീവിക്കുന്നില്ല. ചില ഭർത്താക്കന്മാർ മരിച്ചുപോയ ഭാര്യമാരും ഒക്കെ ഇവിടെ കാണും. ഭാര്യമാർ മരിച്ചുപോയ ഭർത്താക്കന്മാരും അപ്പനും അമ്മയൊക്കെ നഷ്ടപ്പെട്ട മനുഷ്യർ കാണും. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ള തോന്നൽ ഒരിക്കലും നിങ്ങളുടെ മനസ്സിലുണ്ടാകരുത്. കാരണം നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ സ്വർഗീയ പിതാവുണ്ട്. ക്രിസ്തു നിങ്ങളോട് കൂടെയുണ്ട്. ആ ക്രിസ്തുവിലേക്ക് കണ്ണുയർത്താനും നമ്മുടെ പ്രാർത്ഥന സമർപ്പിക്കുവാനും നാം ശ്രമിക്കുമ്പോൾ നാം അറിയാത്ത ചില സാന്ത്വനങ്ങൾ, ആശ്വാസത്തിൻ്റെ ദൂത് നമ്മോട് ചേർന്ന് വരും. അത് നമുക്ക് തരുന്ന ഊർജം, പ്രത്യാശ വളരെ വലുതാണ്. നമുക്ക് ജീവിതത്തിൽ ഇത് ആവശ്യമാണ്. ഒറ്റയ്ക്ക് ജീവിക്കാൻ ആർക്കും കഴിയുകയില്ല. ഒറ്റയ്ക്ക് ജീവിക്കാൻ ആർക്കും കഴിയുകയില്ല. നമ്മുടെ കൂടെ കൂട്ടുണ്ടാകണം. ആ കൂട്ട് നഷ്ടപ്പെട്ടു പോകുമ്പോഴൊക്കെ വിചാരിക്കരുത് എല്ലാം അവസാനിച്ചുവെന്ന്. ഒരു കൂട്ടുകാരൻ നമ്മെ തേടി നിൽപ്പുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മോശ ദൈവത്തോട് കൂട്ടുകാരനെ പോലെ അഭിമുഖമായി, സ്നേഹിതനെ പോലെ അഭിമുഖമായി സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. മോശ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഇവിടെ അത് പ്രത്യേകം പറയുന്നുണ്ട്. നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗത്തും അത് പറഞ്ഞു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പക്ഷേ ആ സാമീപ്യം, ആ അനുഭവം നമ്മോട് കൂടെ എപ്പോഴും ഉണ്ട്. ആ ശക്തിയിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കൂടിക്കാഴ്ചകളൊക്കെയും നടത്താൻ നാം ആഗ്രഹിക്കുന്നത്. ദേവാലയത്തിലും നമ്മുടെ കുടുംബങ്ങളിലും ഒക്കെ ഈ പ്രാർത്ഥനാ സന്ദർഭങ്ങളിൽ നാം അനുഭവിക്കുന്ന ചില കുളിർമകളും ആശ്വാസവും ഒക്കെ ഈ അദൃശ്യമായ ഒരു ദിവ്യ സാന്നിധ്യവും ഒരു ദിവ്യ സ്നേഹവും നമുക്ക് തണലായി ഉണ്ട് എന്നുള്ളതാണ്. ആ മൂന്നാമത്തെ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം രോഗികളോട് മനസ്സലിയുന്നതായിരുന്നു. നമുക്കും ഈ സ്നേഹം പങ്കുവെക്കാനായിട്ട് കഴിയണം. രോഗികളോടും പ്രയാസത്തിൽ അകപ്പെട്ടിരിക്കുന്നവരോടും മാനസികമായ ബുദ്ധിമുട്ടുകളിൽ അകപ്പെട്ടിരിക്കുന്നവരോടും ഈ ക്രിസ്തു സ്നേഹം, ഈ ദിവ്യ സ്നേഹം പങ്കുവെക്കുന്ന വിശ്വാസ സമൂഹമായി രൂപാന്തരപ്പെടുവാൻ നമുക്ക് കഴിയണം. കാരണം ഈ ചില സന്ദർഭങ്ങളിലൊക്കെ ഇത് നമുക്കും ആവശ്യമായി വരും. ഇത് പരസ്പരമുള്ള ഒരു പങ്കുവെക്കലിൻ്റെ അനുഭവമാണ്. നാം കൊടുക്കുമ്പോൾ അത് തിരിച്ചു കിട്ടുകയും ചെയ്യും. ഇങ്ങനെ പങ്കുവെക്കുന്ന ഈ ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഈ പെരുന്നാൾ ആഘോഷങ്ങളും മാതാവിൻ്റെ മധ്യസ്ഥതയുമൊക്കെ നമ്മെ സഹായിക്കും. നാലാമത്തെ ദൈവസ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം നാം തിരിച്ചറിയുന്നത് അനുതാപികളെ സ്വീകരിക്കുന്ന കർത്താവിൻ്റെ
ഹൃദയം തുറന്ന അനുഭവത്തിലൂടെയാണ്. കർത്താവ് തന്നെ ഒരു ഉപമ പറഞ്ഞു, മുടിയനായ പുത്രൻ്റെ ഉപമ. സർവവും അവകാശവും പിടിച്ചു വാങ്ങി അപ്പൻ്റെ അടുത്ത് നിന്ന് ഓടിപ്പോയി ജീവിതം തുടങ്ങാമെന്ന് വിചാരിച്ച ഒരു മകൻ്റെ ജീവിത അനുഭവം. അവൻ്റെ അവകാശങ്ങളെയെല്ലാം ചോദിച്ചു വാങ്ങി വഴക്കുണ്ടാക്കി അപ്പൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കൊണ്ടുപോയി. എന്നാൽ അവനൊരു പുതിയ ജീവിതം ആരംഭിക്കാൻ സാധിച്ചില്ല. നമ്മുടെയൊക്കെ ഭവനങ്ങളിലെ സമാധാനം ഇല്ലാണ്ടാക്കുന്ന അടിസ്ഥാനപരമായ ഒരു കാര്യം ഈ സ്വത്ത് തർക്കമാണ്. സഹോദരങ്ങൾ 3, 4, 2 പേര് ഒരുമിച്ച് ജീവിച്ചിരുന്ന ഒരു ഭവനത്തിൽ അവർ വിദ്യാഭ്യാസം നേടി, ഓരോരുത്തർക്കും ജോലിയായി, ഓരോരുത്തരും ഓരോ വിവാഹമൊക്കെ കഴിയുമ്പോൾ പിന്നെ ഈ പരസ്പരമുള്ള സ്നേഹബന്ധത്തിൽ ചില വിള്ളലുകൾ ഉണ്ടാകും. എൻ്റേത് എന്ന കാഴ്ചപ്പാട് ഉണ്ടാകും. അന്ന് വരെ എല്ലാവരും ഒരുമിച്ചായിരുന്നു. എനിക്ക് കിട്ടുന്നത് വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നു, അവന് കിട്ടുന്നതും വീട്ടിൽ വരുന്നു. ഇതെല്ലാം കൂടെ ചേർന്നൊരു പങ്കുവെക്കലിൻ്റെ അനുഭവത്തിലായിരുന്നു ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പനും അമ്മയും മക്കളും ചേർന്നുള്ള സന്തോഷത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ. എന്നാൽ ഓരോരുത്തർക്കും ഓരോ കുടുംബമായി കഴിഞ്ഞപ്പോൾ ഈ ഒരു കമ്മ്യൂണിയൻ, ഒരു കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവിടെ തർക്കങ്ങൾ ആരംഭിക്കും. നീയാണ് അപ്പനെ നോക്കേണ്ടത്, നിനക്കാണ് അപ്പൻ കൂടുതൽ തന്നത്, എനിക്കിവിടെ ജീവിക്കാൻ പറ്റുകയില്ല, എൻ്റെ ജോലി വേറെ സ്ഥലത്താണ്, അപ്പോൾ നീയാണ് ഇവിടെ നിന്ന് അപ്പനെയും അമ്മയും നോക്കേണ്ടത്. ഇങ്ങനെയുള്ള അവകാശങ്ങളും ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സ്വാർത്ഥതയുടെ അനുഭവത്തിലാണ്. ഞങ്ങളുടേതെന്ന കൂട്ടായ്മയുടെ അന്തരീക്ഷത്തിൽ നിന്ന് എൻ്റേതെന്ന സ്വാർത്ഥപരമായ ചിന്തകളിലേക്ക് എൻ്റെ മനോഭാവം മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സമാധാനം എന്ന് പറയുന്ന അനുഗ്രഹം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകും. ഒന്ന് ഓർത്തു നോക്കിക്കേ, നിങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം ഭവനത്തിൽ ഒരുമിച്ച് ജീവിച്ചിരുന്ന കാലഘട്ടവും ഇന്ന് നിങ്ങൾ തനിയെ ജീവിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഓർത്തു നോക്കിക്കേ. നമ്മുടെയൊക്കെ പറമ്പുകളിൽ മതിലുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെയൊക്കെ പറമ്പുകൾ എത്ര മനോഹരമായിരുന്നു കാണാൻ. ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് പോകാൻ ഒരു തോട് ചാടിയാലോ, ഒരു ചെറിയ സ്ഥലം കഴിഞ്ഞാലോ അടുത്ത ഭവനത്തിലേക്ക് പോകാമായിരുന്നു. ഇവിടെ നിന്ന് ചക്ക വാങ്ങി, അവിടെ നിന്ന് മാങ്ങ വാങ്ങി, അപ്പുറത്തുനിന്ന് കാച്ചിൽ വാങ്ങി, അതിനപ്പുറത്തുനിന്ന് ചേനയും വാങ്ങിയാൽ ഒരു അവിയലും ഒരു കറിയും ഒരു കൂട്ടാനും ഒരു ചോറും ഒരു നേരത്തെ ആകെയും. പക്ഷെ ഇന്ന് സാധ്യമാണോ? അത് സാധിക്കുകയില്ല. നമ്മുടെ ദേശത്തിൻ്റെ ഭംഗി നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ പ്രകൃതിയുടെ തന്നെ ഭംഗി നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ആ ഭംഗി കാണണമെങ്കിൽ ഇപ്പോൾ എവിടെ പോകണമെന്നറിയാവോ? ആകാശത്ത് പോകണം. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് പൊങ്ങുമ്പോഴും താഴുമ്പോഴും ഈ ഭൂമിയുടെ സൗന്ദര്യം നമുക്ക് കാണാം. അവിടെ തടസ്സങ്ങളില്ലാത്ത ഒരു ഭൂമിയെ നമുക്ക് കാണാം. പക്ഷേ നമ്മൾ ഈ ഭൂമിയിൽ നിലം തൊട്ട് പോയെങ്കിൽ പിന്നെ ധാരാളം തടസ്സങ്ങളാണ്. നമ്മുടെ സഹോദരങ്ങളെ, നമ്മളുടെ കൂടപ്പിറപ്പുകളെ കാണാൻ ധാരാളം തടസ്സങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലുണ്ട്. അതെല്ലാ വിധത്തിലുമുണ്ട്. അപ്പോൾ അനുതാപികളെ സ്വീകരിക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ ചിത്രം, ഒരു ക്രിസ്തുവിൻ്റെ സ്നേഹം, ഒരു പിതാവിൻ്റെ സ്നേഹം സുവിശേഷങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ഈ അനുതാപം ഉണ്ടാകണം. നമ്മുടെ ഈ ആധ്യാത്മികതയുടെ പ്രധാനമായ ലക്ഷ്യം അനുതാപമുണ്ടാകുക എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ പ്രധാനമായും അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് അനുതാപത്തിൻ്റെ കണ്ടന്റാണ്. ഓരോ യാമങ്ങളിലെയും പ്രാർത്ഥനകൾ എടുത്ത് നോക്കിയാൽ, പ്രത്യേകിച്ച് നമ്മുടെ പാമ്പാക്കുട നമസ്കാരത്തിലെ ഓരോ യാമങ്ങളിലെയും ഓരോ ദിവസത്തെ അപേക്ഷകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളിലുള്ള കണ്ടന്റ് പാപബോധമുണർത്തുന്നതും ഞാൻ ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള അനുതാപത്തോടു കൂടിയുള്ള കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയുടെ അനുഭവങ്ങളൊക്കെയാണ് ആ വരികളിലൂടെ വായിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്നത്. നമ്മുടെ പിതാക്കന്മാരുടെ ഒരു പാരമ്പര്യം, അവരുടെ പ്രാർത്ഥനയുടെ ഒരു രീതി അതായിരുന്നു. അവരൊരിക്കലും സ്വാർത്ഥമായ പ്രാർത്ഥനകൾ അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ നമ്മുടെ ആരാധനയിൽ, വിശുദ്ധ കുർബാനയിലൊക്കെ
നമ്മുടെ പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എന്നേക്ക് സമർപ്പിക്കുന്നു. അവിടെ ഒരു കൂട്ടായ്മയുടെ സൗന്ദര്യമുണ്ട്. ഞങ്ങൾ, എനിക്ക്, ഞാൻ എന്നൊരു സംഗതി അവിടെ ഇല്ല. ആ ഒരു വാക്ക് അവിടെ ഇല്ല. ഇതൊരു വലിയ കൂട്ടായ്മയുടെ സൗന്ദര്യം പങ്കുവയ്ക്കുന്നതാണ്. നമ്മുടെ ആരാധന നമ്മെ ഈ കൂട്ടായ്മയുടെ അനുഭവം പഠിപ്പിക്കുന്നതാണ്. എന്തിനാണ് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നതെന്ന് ചില മനുഷ്യർ ചോദിക്കും. വീട്ടിൽ ഇരുന്നാലും പ്രാർത്ഥിച്ചുകൂടെ, വീട്ടിലും ദൈവമില്ലേ എന്ന് ചോദിക്കും. വീട്ടിലും ദൈവമുണ്ട്, നാട്ടിലും ദൈവമുണ്ട്, പള്ളിയിലും ദൈവമുണ്ട്, എൻ്റെ കൂടെയും ദൈവമുണ്ട്. എന്നാൽ ഈ കൂടെയുള്ള ദൈവം കൂടെയുള്ള ഈ ഞാൻ വീട്ടിലൊരാളും പള്ളിയിലൊരാളും നാട്ടിൽ വേറൊരാളും ഇങ്ങനെ പലതരത്തിലുള്ള ആൾമാറാട്ടങ്ങൾ നടത്താനുള്ള അത്ഭുത സിദ്ധിയുള്ള മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. പള്ളിയിൽ വരുമ്പോൾ ഞാനെന്ന ഭാവം മാറി ഞങ്ങൾ എന്നൊരു വലിയ കൂട്ടായ്മയുടെ അനുഭവത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഒരു കമ്മ്യൂണിയനാണ് നമ്മളിവിടെ അനുഭവിക്കുന്നത്. ആ വിശുദ്ധ ആരാധന ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്ന അനുഭവമാണ്. അവിടെ എനിക്ക് എന്തെങ്കിലും കിട്ടുന്നതോ എൻ്റേത് മാത്രമായി എന്നുള്ള ഒരാഗ്രഹമോ ഒക്കെ മാറിയിട്ട് ഞങ്ങൾ എന്നൊരു വലിയ വിശാലമായ ലോകത്തിലേക്ക് നമ്മുടെ ചിന്തകളെ നയിക്കാനായിട്ട് സാധ്യമാകുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ ആദിമസഭയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ആദിമസഭയുടെ പ്രത്യേകത? ഒന്നും അവർ സ്വന്തമെന്ന് പറഞ്ഞില്ല, എല്ലാം പൊതുവകയെന്ന് എണ്ണി. ഉള്ളവൻ കൊണ്ടുവന്നു, ഇല്ലാത്തവൻ അത് പങ്കുവെച്ചു. ഇതായിരുന്നു കൂട്ടായ്മയുടെ അനുഭവം. ഈ ആരാധനയുടെ അനുഭവം ഇതായിരുന്നു. നമ്മളതുകൊണ്ടാണ് നമ്മുടെ പെരുന്നാളുകളൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് 2 അപ്പം കൊണ്ടുവരും. അതിൽ ഒരപ്പം നമുക്കുള്ളതാണ്, മറ്റേ അപ്പം കൊണ്ടുവരാത്ത ഒരാളിനെ ഉദ്ദേശിച്ചാണ് കൊണ്ടുവരുന്നത്. അത് 5ഉം 10ഉം അപ്പങ്ങളാകുമ്പോൾ കൊണ്ടുവരാതെ പോകുന്ന മനുഷ്യർക്കും ഈ അപ്പം പങ്കുവെക്കാനായിട്ട് നമുക്ക് കഴിയും. ഇതിനെയാണ് നമ്മൾ നേർച്ച വിളമ്പ് എന്ന് പറഞ്ഞത്. ഇത് പെരുന്നാളിനോട് ചേർന്ന് നമ്മൾ അനുഭവിച്ചിരുന്ന ഒരു പങ്കുവെക്കലിൻ്റെ അനുഭവമാണ്. നമ്മൾ ദേവാലയത്തിൽ ഭണ്ഡാരപ്പെട്ടിയിൽ ഇടുന്ന കാണിക്കകളും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ കയ്യിലുള്ളത് കാണിക്കയായി ദേവാലയത്തിൽ സമർപ്പിക്കുന്നു. ആ ദേവാലയത്തിൽ നിന്ന് അത് ഒന്നിച്ച് പങ്കുവെക്കുന്നു. ഈ ഒരു കാരുണ്യത്തിൻ്റെ അനുഭവത്തിലാണ് ഈ കൂട്ടായ്മ ആചരിക്കാനായിട്ട് നമ്മൾ ദേവാലയത്തിൽ ഒത്തുകൂടുന്നത്. അപ്പോൾ ദേവാലയത്തിൽ ഒത്തുകൂടുന്നത് ദേവാലയത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയല്ല, ദേവാലയത്തിൽ സമർപ്പിക്കാനും ഈ കൂട്ടായ്മ ആചരിക്കാനും വേണ്ടിയാണ്. നമുക്കുള്ളത് മറ്റുള്ളവർക്കും കൂടി പങ്കുവെക്കാനുള്ള ഒരു വലിയ സാധ്യതകളുടെ നടുവിലേക്കാണ് ദേവാലയ വാതിൽ കടന്നു വരുന്നത്. ദേവാലയത്തിൻ്റെ വാതിൽ കടന്നു വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതും അങ്ങനെ തന്നെയല്ലേ? ബഹുമതിപൂർവ്വം ഞാൻ നിൻ്റെ ആലയത്തിലേക്ക് പ്രവേശിച്ച് എൻ്റെ നേർച്ച കാഴ്ചകൾ നിനക്ക് സമർപ്പിക്കാനായിട്ടാണ് വരുന്നത്. ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകാനല്ല. എന്നിട്ട് അവസാനം പട്ടക്കാരൻ പറയുന്നത് എന്താണ്? നിങ്ങൾ സമാധാനത്തോടെ, സന്തോഷത്തോടെ, സംതൃപ്തിയോടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകും. ഇതേ നമുക്ക് ഈ ദേവാലയത്തിൽ നിന്ന് കിട്ടാനുള്ളൂ. ഇത് കിട്ടണമെങ്കിൽ നേർച്ച കാഴ്ചകളോടുകൂടി ദേവാലയത്തിൽ വരുന്ന ഒരു വിശ്വാസിക്കാണ് ഇത് കിട്ടുന്നത്. ഇത് പട്ടക്കാരൻ്റെ ആശംസയല്ല, ആ ബലിപീഠത്തിൽ നിന്ന് ഒഴുകി വരുന്ന അനുഗ്രഹമാണത്. ആ ബലിപീഠത്തിൽ നിന്ന് ഒഴുകി വരുന്ന അനുഗ്രഹത്തിൻ്റെ പ്രവാഹമാണത്. ആ പ്രവാഹത്തിൻ്റെ പങ്കുകാരായി മാറുകയാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കാൻ ദേവാലയത്തിൽ വരുന്ന ഒരു അനുതാപിയുടെ ചിത്രമുണ്ട്. നിങ്ങൾ ശരിയായ അനുതാപി അല്ലെങ്കിൽ നിങ്ങളുടെ ബലിവസ്തു ദേവാലയത്തിൽ വെച്ചിട്ട് നിങ്ങളുടെ സഹോദരനോട് പോയി നിരന്ന് വന്ന് ബലി അർപ്പിക്കാനായിട്ടും പറയുന്നുണ്ട്. ഇതാണ് ഒരു അനുതാപിയുടെ പ്രാധാന്യം. അനുതാപമുള്ള ഹൃദയം നമുക്ക് വേണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈ അനുതാപമുള്ള ഹൃദയം ഇല്ലെങ്കിൽ നമ്മളൊക്കെ ക്രൂരരായ മനുഷ്യരായി മാറും. ആർദ്രമായ ഹൃദയമുള്ള, ആർദ്രമായ സ്നേഹം പങ്കുവെക്കുന്ന ക്രിസ്തുവിൻ്റെ മക്കളായി ജീവിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ അനുതാപത്തോടു കൂടിയുള്ള പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്.
ഈ അനുതാപത്തോടു കൂടിയുള്ള നിലപാടുകൾ നമുക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ചില വിട്ടുവീഴ്ചകൾ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. വിട്ടുകൊടുക്കാനുള്ള ചില തീരുമാനങ്ങൾ നമ്മുടെ ബോധമണ്ഡലങ്ങളിൽ എടുക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ചിലരോടൊക്കെ ക്ഷമിക്കാനും കബളിപ്പിച്ചെടുത്തതൊക്കെ പോട്ടെ വേണ്ട എന്ന് വെക്കാനും സാരമില്ല എന്ന് പറയാനും ഒക്കെ കഴിയണമെങ്കിൽ വലിയ പാടാണ്. മറ്റുള്ളവർക്ക് നമ്മോട് പറയാം, എനിക്ക് നിങ്ങളോട് പറയാം, പോട്ടെ സാരമില്ല, എനിക്ക് നഷ്ടമില്ലാത്ത കാര്യമാണ്. പക്ഷെ എനിക്ക് എന്നോട് പറയാൻ പറ്റുമോ? എനിക്കൊരു നഷ്ടമുണ്ടായെങ്കിൽ, എന്നെ ഒരാൾ കബളിപ്പിച്ചെങ്കിൽ പോട്ടെ സാരമില്ല എന്ന് എനിക്ക് എന്നോട് പറയാൻ കഴിയുമെങ്കിൽ അവിടെയാണ് ക്രിസ്തു നമ്മോട് കൂടെ ഉണ്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹം നാം തിരിച്ചറിയുന്നു എന്ന ബോധം ഉണർത്തപ്പെടുന്നത്. അപ്പോൾ അനുതാപത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുന്ന ഒരാൾക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഇത് ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതാണ്. ഓരോ വിശ്വാസിയും നിരന്തരം പാലിക്കേണ്ടതും പരിപാലിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായ കർമ്മമാണിത്. ഓരോ ദിവസവും ദേവാലയത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ആരാധന അർപ്പിക്കാൻ, ബലിയർപ്പിക്കാൻ കടന്നു വരുമ്പോൾ നമ്മുടെ നിലപാട് ഇതായിരിക്കണം: അനുതാപത്തോടുകൂടി നിനക്ക് നേർച്ചയർപ്പിക്കാൻ, കാഴ്ചയർപ്പിക്കാൻ ഞാൻ വരുന്നു. എങ്കിൽ മാത്രമേ ആരാധനയിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ ഈ സന്തോഷവും സംതൃപ്തിയും സമാധാനവും നമുക്ക് നേടാൻ കഴിയുകയുള്ളൂ. പട്ടക്കാരൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് അപ്പവീഞ്ഞുകളെ ഇങ്ങനെ ഉതിർന്ന് അവിടെ നിന്ന് ഈ അനുഗ്രഹം താഴേക്ക് പങ്കുവയ്ക്കും. അപ്പോൾ നമ്മളെന്താ പറയുക? അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ എന്ന്. എന്തോ ഉണ്ടായിരിക്കട്ടെ എന്നാ? സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമുക്കില്ലാത്ത സാധനം എങ്ങനെയാണ് അവിടുത്തെ ആത്മാവിന് കൊടുക്കാൻ പറ്റുന്നത്? അപ്പം നമുക്ക് അനുഭവിക്കാൻ, ഈ സമാധാനം അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ഈ അനുതാപമുള്ള ആർദ്രമായ ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ യാചിക്കേണ്ട സമയം കഴിഞ്ഞ് മദ്ബഹായിൽ നിന്ന് ആ സമാധാനം കൈക്കൂസൂരിയായി നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ പോകുമ്പോൾ ചിലരുടെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് അതേപടി തിരിഞ്ഞ് അപ്പുറത്തെ ആളിന് കൊടുക്കേണ്ട ഗതികേടുണ്ടാവും. സമാധാനം പങ്കുവെക്കുക ഇയാൾക്ക് കൊടുക്കാൻ പറ്റുകയില്ല. എങ്ങനെ കൊടുക്കും? എന്നോട് അമ്മാതിരി ചതിയല്ലേ ചെയ്തത്, അന്യായമാണ് ചെയ്തത്, എങ്ങനെയാ സമാധാനം കൊടുക്കും? ഇതൊരു നിലപാടാണ്. ഇത് നമ്മുടെ മനസ്സലിവിൻ്റെ പ്രശ്നമാണ്, അനുതാപത്തിൻ്റെ പ്രശ്നമാണ്. ഈ മനസ്സലിവ് ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ ആരാധന പൂർണ്ണമാകുന്നില്ല, സമാധാനം ഒട്ടും ഉണ്ടാകാനും പോകുന്നില്ല. വീട്ടിൽ ചെന്നാലും ഈ അടിയും പിടിയും ബഹളവും ഒക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത്. ചെയ്യുന്നതൊന്നും ശരിയാകുകയില്ല, ജീവിതം ശരിയാകില്ല. നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കും പ്രയോജനമില്ല, മറ്റുള്ളവർക്കും ഒരു പ്രയോജനവും ചെയ്യാത്ത ജീവിതങ്ങളായി മാറ്റപ്പെടും. മരിച്ചവരും മൗനതയിൽ ഇരിക്കുന്നവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല, സങ്കീർത്തനത്തിൽ പറയുന്നതാണ് അല്ലേ? എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ പെന്തക്കോസ്തുകാരൊക്കെ പറയും മരിച്ചു പോയവരൊന്നും കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. സംഗതി അതല്ല. ഈ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയവരെ കുറിച്ചാണ് പറയുന്നത്. ഈ സമാധാനവും സംതൃപ്തിയും ദൈവത്തിൽ നിന്ന് അനുഭവിക്കാത്ത മനുഷ്യരെ കുറിച്ചാണത് പറയുന്നത്. അവരുടെ ജീവിതം മരണതുല്യമാണ്. അവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുകയില്ല, പിറുപിറുപ്പായിരിക്കും ഉണ്ടാകുന്നത്. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ചില മനുഷ്യർ ഒരു പ്രായം കഴിയുമ്പോൾ പിറുപിറുപ്പ് ആരംഭിക്കും അല്ലേ? രാവിലെയും നല്ല ഭക്ഷണം കഴിച്ചതായിരിക്കും, ഉച്ചയ്ക്കും ഭക്ഷണം കഴിച്ചതായിരിക്കും. എന്നാലും അപ്പച്ചനും അമ്മച്ചിയും പറയും ആ മരുമകള് ഒരു തുള്ളി വെള്ളം ഇന്ന് തന്നിട്ടില്ല. ഇതൊരു സംതൃപ്തി അനുഭവിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. ഇത് ഏതെങ്കിലും ഒരു സന്ദർഭങ്ങളിൽ തുടങ്ങിയതല്ല, ഇതൊരു ശീലത്തിൻ്റെ പ്രശ്നമാണ്. ഈ ശീലം നമുക്ക് നല്ല ബോധമുള്ള സമയങ്ങളിൽ തന്നെ തുടങ്ങേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നാലാമത്തെ സംഗതി അവിടെ അവസാനിപ്പിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ അനുതാപമുള്ളൊരു ഹൃദയം നമുക്ക് ആവശ്യമാണ്.
ക്രിസ്തു അനുതാപികളെ സ്വീകരിക്കുന്ന ചിത്രം സുവിശേഷങ്ങളിൽ നിരവധിയായി നാം വായിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സ്വർഗീയ പിതാവ് തൻ്റെ മക്കളോട് കരുണ തോന്നുന്ന ആ സ്വർഗീയ പിതാവിൻ്റെ ചിത്രം നമുക്ക് ഒരു വലിയ പാഠപുസ്തകമായി മാറണം. അനുതാപത്തോടുകൂടി ആരാധനയിൽ ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന മക്കളായി മാറുവാൻ നമുക്ക് സാധ്യമാകണം. അഞ്ചാമതായി, തനിക്ക് വേണ്ടി വാവിട്ട് കരയുന്ന മനുഷ്യരെ, സ്ത്രീകളെ തിരുത്തുന്ന ഒരു ക്രിസ്തുവിനെ കാണുന്നുണ്ട്. നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട. നിങ്ങൾ ആർക്കു വേണ്ടിയാണ് കരയേണ്ടത്? ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നിരന്തരം നമ്മൾ ചെയ്യേണ്ടതാണ്. ഇതൊരു ശാപമല്ല. കർത്താവ് അത് പറഞ്ഞത് ഒരു ശാപമല്ല. ചില സന്ദർഭങ്ങളിലൊക്കെ ചില പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് അങ്ങനെ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കാൻ കർത്താവ് വന്ന് പറഞ്ഞിട്ട് പോയില്ലേ, ഇന്ന് നമ്മൾ അത് തന്നെയല്ലേ ചെയ്യുന്നത്? അതൊരു ശാപമല്ല, അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കരയുന്ന അമ്മമാർക്ക് കണ്ണുനീരുള്ള മക്കൾ ഉണ്ടാകുകയുള്ളൂ. കരയുന്ന മാതാപിതാക്കൾക്ക് കണ്ണുനീരുള്ള മക്കൾ ഉണ്ടാകുകയുള്ളൂ. കണ്ണുനീരുള്ള മക്കൾ ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ അനുഗ്രഹം. അവരൊരിക്കലും മാതാപിതാക്കളെ ഇട്ടെറിഞ്ഞിട്ട് പോകില്ല. മാതാപിതാക്കളെ നടതള്ളി പോകുന്ന, മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു മക്കൾ നമുക്കുണ്ടാവില്ല. നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ മക്കൾക്ക് കഴിയണമെങ്കിൽ അവരുടെ കണ്ണിൽ കണ്ണുനീരുണ്ടാകണം. ആ കണ്ണുനീരുണ്ടാകണമെങ്കിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയും ഉണ്ടാകണം. ഇന്ന് നമ്മളൊക്കെ ആയ കാലത്ത് ചെയ്യേണ്ട കാര്യമാണ്. ചിലരൊക്കെ നല്ല ജോലിയുള്ള മനുഷ്യരുണ്ട്. അവർ പറയും, അച്ഛാ പള്ളിയിൽ വരാൻ സമയമില്ല, ജോലിയുണ്ട്, പ്രാർത്ഥിക്കാൻ നേരമില്ല, വളരെ വൈകിയാണ് വീട്ടിൽ വരുന്നത്. എന്നാൽ ഇതിനൊക്കെ സമയമുണ്ടാകുന്ന ഒരു കാലമുണ്ടാകും. അന്ന് പ്രാർത്ഥിക്കാൻ തോന്നണമെങ്കിൽ ഈ സമയമില്ലാത്ത സമയത്തും അത് അനുഷ്ഠിച്ചെങ്കിലേ കഴിയുള്ളൂ. ഇതൊരു നിരന്തരമായ പ്രക്രിയയാണ്. എന്തെങ്കിലും തുടങ്ങാമെന്ന് വിചാരിച്ചാൽ പിള്ളേർ പഠിക്കാനിരിക്കുന്ന പോലെയുള്ളൂ. പരീക്ഷയ്ക്ക് 1 മാസത്തെ സമയമുണ്ട്, അതുകൊണ്ട് നാളെ തുടങ്ങാം എന്ന് വിചാരിക്കും. നാളെയും തുടങ്ങാൻ പറ്റുകയില്ല, മറ്റന്നാളിലും തുടങ്ങാൻ പറ്റുകയില്ല. പരീക്ഷയുടെ തലേന്നും ഇത് തന്നെ പറയും. നാളെ രാവിലെ 10 മണിക്കല്ലേ ഉള്ളൂ, വെളുപ്പിനെ എഴുന്നേറ്റ് പഠിക്കാമെന്ന് വിചാരിക്കും. വെളുപ്പിനെ എഴുന്നേക്കുകയില്ല, അവസാനം വെള്ളം കോരി ഒഴിച്ച് എഴുന്നേപ്പിച്ചാണ് പരീക്ഷയ്ക്ക് വിടുന്നത്. ഇതൊരു പരീക്ഷണ കാലമാണ്. നമ്മുടെ ജീവിതം എന്തെങ്കിലും തുടങ്ങാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഇത് നിരന്തരമായി നമ്മൾ അനുഷ്ഠിക്കേണ്ടതാണ്, നിരന്തരമായി നമ്മൾ ചെയ്യേണ്ടതാണ്. അവിടെ സമയത്തിൻ്റെ പ്രശ്നമേ ഇല്ല. നമുക്ക് എത്രയാണോ സമയമുള്ളത് ആ സമയത്തിനനുസരിച്ച് ഈ നിഷ്ഠകൾ നമ്മൾ പാലിക്കേണ്ടതാണ്. വേദപുസ്തകവും പ്രാർത്ഥനയും ഒന്നും നമുക്ക് അധികം ആവശ്യമില്ല, വളരെ കുറച്ച് മതി. ഒരുപാടായാലും കുഴപ്പമാണ്. ചില മനുഷ്യരൊക്കെ എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് പോകും. ഇവിടെ പ്രാർത്ഥന, അപ്പുറത്തൊരു പ്രാർത്ഥന, അതിനപ്പുറത്ത് വേറൊരു ദിവസം പ്രാർത്ഥന. നേരെയില്ല. പ്രാർത്ഥനയോട് പ്രാർത്ഥന, കയ്യിലിരിപ്പാണെങ്കിൽ അങ്ങേറ്റവും. ഈ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഗുണമുണ്ടാകുന്നില്ലെങ്കിൽ ഈ പരിപാടി അവസാനിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ പ്രാർത്ഥന കൊണ്ട്, ഈ എക്സസൈസ് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. വളരെ കുറച്ച് പ്രാർത്ഥിച്ചാലും മതി, കൂടുതൽ കർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ആരാധനയിൽ നിന്ന് ലഭ്യമാകുന്നത് മറ്റൊരു ആരാധന ചെയ്യാൻ വേണ്ടിയാണ്. അതാണ് ഓർത്തഡോക്സ് മിഷൻ എന്ന് പറയുന്നത്. പിതാക്കന്മാർ ഈ ഓർത്തഡോക്സ് മിഷനെ ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ. ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി, ആരാധനയ്ക്ക് ശേഷമുള്ള മറ്റൊരു ആരാധനയെന്നാണ്. അപ്പോൾ ഇതിന് വ്യത്യാസമില്ല. ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും കുർബാന അനുഭവിക്കുന്നതും ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഏർപ്പെടുന്നതും ഒന്നും വ്യത്യാസമില്ലാത്തതാണ്. ഒരേ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് പറയുന്ന വാക്ക് ആരാധന എന്നാണ്. ദേവാലയത്തിനുള്ളിൽ സമർപ്പിക്കുന്നതും ദേവാലയത്തിന് പുറത്ത് നമ്മൾ ചെയ്യുന്നതും ഒക്കെയും ആരാധനയാണ്. അപ്പോൾ പിന്നെ വിശുദ്ധിയുടെ ഒന്നും ഒരു പ്രശ്നമില്ല.
ഇവിടെയും വിശുദ്ധമാണ്, പുറത്തേക്കും വിശുദ്ധമാണ്. ഒരശുദ്ധിയുടെ പ്രശ്നമില്ല. അത് ചീത്ത, ഇത് നല്ലത് എന്ന് വേർതിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാം നല്ലത് തന്നെയാണ്. നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ലത് തന്നെ, നമ്മൾ ചിന്തിക്കുന്നതെല്ലാം നല്ലത് തന്നെയാണ്. അവിടെ ഒരു വേർതിരിവില്ല. ആ ഒരു ജീവിത അവസ്ഥയിലേക്കുള്ള നമ്മുടെ വളർച്ചയാണ് ആധ്യാത്മികതയിൽ നാം ചെയ്യാനുള്ളത്. നമ്മുടെ പരിശീലനം കൂടി, സ്പിരിച്വൽ എക്സസൈസിൽ കൂടി നമ്മൾ അറ്റൈൻ ചെയ്യുന്നത്, നമ്മൾ നേടിയെടുക്കുന്നത് ഈ ഒരു ആത്മീയ തലങ്ങളിലേക്ക് ഉയരുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തന്നെ ഒരു പ്രാർത്ഥനയായി മാറുകയാണ്. നമ്മുടെ ഓരോ നിമിഷങ്ങളിലും ഈ കുറിയലായുസോൻ പങ്കുവയ്ക്കാനായിട്ടും കുറിയലായുസോൻ ദൈവസന്നിധിയിൽ യാചിക്കാനായിട്ടുമുള്ള അനുഭവം നമുക്കുണ്ടാകും. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഇത് വീട്ടിൽ ഒരു അച്ചാറിടുമ്പോഴും ഒരു സാമ്പാർ വെക്കുമ്പോഴും ഒരു ദോശ ചുടുമ്പോഴും ഒക്കെ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. പ്രത്യേകിച്ചൊരു സമയം ആവശ്യമില്ല. ഈ പരിപാടി കഴിഞ്ഞേച്ച് അതിൻ്റെ ആവശ്യമില്ല. ഇതിനോട് ചേർന്ന് ഇതൊക്കെ ഒന്നാണ്, അല്ലേ? ഒരു വീട്ടിലൊരമ്മ ഒരു പ്രാർത്ഥനയായി മാറുകയാണ്. അങ്ങനെ പ്രാർത്ഥനയായി മാറുന്ന ഒരു അമ്മയുടെ കരങ്ങളിൽ നിന്നാണ് രുചികരമായ ഭക്ഷണം ഉണ്ടാകുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കുന്നവരാണ്. എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന ഭക്ഷണം ഒരുപോലെയാണോ? അല്ല, വ്യത്യാസമുണ്ട്. രുചിയിൽ വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടായത്? നമ്മൾ ചേർക്കുന്നതെല്ലാം ഒരേ ഇൻഗ്രീഡിയൻ്റ് ആണ്, ഒരേ അളവുമാണ്, ഒരേ ചട്ടിയുമാണ്, ഒരേ തീയുമാണ്. പിന്നെ എങ്ങനെയാണ് ഈ രുചി മാറുന്നത്? നമ്മുടെ മനോഭാവത്തിൻ്റെയും നമ്മുടെ ശ്രദ്ധയുടെയും നമ്മൾ സമർപ്പിക്കുന്നതിൻ്റെയും ഒക്കെ വ്യത്യാസങ്ങളാണത്. ഇതാണ് പ്രാർത്ഥന. ഒരിക്കലും നമ്മെ എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നതല്ല. ഒരു പ്രത്യേക ഘട്ടങ്ങളിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ മാത്രം ചെയ്യുന്ന കാര്യമല്ല അത്. ഒരു രോഗിയായിരിക്കുന്ന ഒരു അമ്മയോ അപ്പനോ വീട്ടിലുണ്ടെങ്കിൽ ആ ആളിനെ ശുശ്രൂഷിക്കുന്നത് ഒരു പ്രാർത്ഥനയാണ്. ചില മനുഷ്യരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പള്ളിയിൽ പോയിട്ട് അച്ഛാ എത്രയോ നാളുകളായി, വീട്ടിലൊരു അപ്പച്ചനുണ്ട്, വീട്ടിലൊരു അമ്മച്ചിയുണ്ട്, അവരെ നോക്കണ്ടേ? വിഷമിക്കേണ്ട കാര്യമില്ല. അതൊരു വലിയ ആരാധനയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിനേക്കാൾ മഹാത്മ്യമായ ആരാധനയല്ല ദേവാലയത്തിനുള്ളിൽ നടക്കുന്നത്. ആ വീട്ടിലുള്ള ആ മനുഷ്യനെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നതും ഒരു വലിയ ആരാധനയാണ്, ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ചെയ്യുന്നത്. ആ പ്രാർത്ഥനയ്ക്കും ഒരു കഷ്ടപ്പാടുണ്ട്, ഒരു ത്യാഗമുണ്ട്, ഒരു ബലിയുണ്ട്. ആ ബലിയർപ്പണം തന്നെയാണ് ദേവാലയത്തിനുള്ളിലും നടക്കുന്നത്. ഇതിനെ വ്യത്യാസപ്പെടുത്തി കാണുമ്പോഴാണ് നമ്മളുടെ സംതൃപ്തിയെയും നമ്മുടെ സമാധാനത്തെയും വ്യത്യാസമാക്കുന്നത്. നമ്മൾ വീട്ടിലൊരു പാചകം ചെയ്യുമ്പോഴും ഒരു പ്രായമായ മനുഷ്യരെ ശുശ്രൂഷിക്കുമ്പോഴും മറ്റൊരാളെ കരുതുമ്പോഴും ഒക്കെ നമ്മൾ ചെയ്യുന്നത് ആരാധന തന്നെയാണ്. നല്ല ശമരിയക്കാരൻ്റെ ഉപമയിൽ അതല്ലേ പറയുന്നത്. ലേവ്യൻ അതുവഴി കടന്നുപോയി, ധാരാളം മനുഷ്യർ അതുവഴി കടന്നുപോയി. എന്നാൽ ശമരിയക്കാരനായ ഒരു മനുഷ്യൻ അതുവഴി വന്നപ്പോൾ അവന് അത് ആരാധനയായി മാറി. അവന് മാത്രമേ അത് തോന്നിയുള്ളൂ. അതുകൊണ്ടാണ് അവനെ പറയുന്നത് നല്ല ശമരിയക്കാരൻ എന്ന് പറയുന്നത്. ശമരിയക്കാരൊക്കെ മോശക്കാരാണ് എന്നുള്ളൊരു ധാരണയായിരുന്നു അന്നത്തെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നല്ല ശമരിയക്കാരൻ്റെ ഉപമ, ഗുഡ് സമരിറ്റൻ. നമ്മളൊക്കെ നല്ല ശമരിയക്കാരാണ്, നല്ല സ്നേഹിതരാണ്. നല്ല സ്നേഹിതരാകുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ ആരാധനയായി മാറാനും പ്രാർത്ഥനയായി മാറാനും സാധ്യമാകണം. എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങളെ നീക്കണം. 5 കൂട്ടം കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ സ്നേഹം അവൻ്റെ വചനത്തിലൂടെ ശിഷ്യന്മാർക്കും പുരുഷാരത്തിനും ദൃശ്യമായി. ആ വചനത്തിലൂടെ മാത്രമല്ല, ആ വചനം കേൾക്കാനിരുന്ന മനുഷ്യരുടെ വിശപ്പും ദാഹവും തിരിച്ചറിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകുന്നതിലൂടെയും ക്രിസ്തുവിൻ്റെ സ്നേഹം ദൃശ്യമായി. 3, രോഗികളോട് സൗഖ്യം നൽകിയ, രോഗികൾക്ക് ഔഷധമായി മാറിയ ഒരു വൈദ്യനായി ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ മുമ്പിൽ പ്രകടമാകുന്നുണ്ട്. 4, അനുതാപത്തോടുകൂടി തന്നിൽ നിന്ന് അകന്നു പോകുന്നവരെ തിരികെ വിളിച്ചു ചേർക്കുന്ന ഒരു സ്വർഗീയ പിതാവിൻ്റെ ദൃശ്യം, ആ സ്നേഹം തിരിച്ചറിയാൻ നമുക്ക് സാധ്യമാകണം. അവസാനമായി, എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങൾക്കും നിങ്ങളുടെ മക്കളെയും ഓർത്ത് ഒരു വലിയ വിശാലമായ ലോകം നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന് സ്വാർത്ഥതയില്ലാതെ
തന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ ഒരു വലിയ കൂട്ടായ്മയുടെ അനുഭവത്തിൽ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും അകമ്പടി കൂടി ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ അന്വേഷിക്കുവാനും സാധ്യമാകണമെന്ന് ക്രിസ്തു പഠിപ്പിച്ചു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായി എന്നെയും ഓർക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.